ശ്രീ ഷാബു പ്രസാദ്, എന്താണ് കേരളത്തിലെ ബി.ജെ.പിക്ക് സംഭവിച്ചിരിക്കുന്നത്? നീറിപ്പുകഞ്ഞ് കേരള ബി.ജെ.പി പല പ്രശ്നങ്ങളാൽ ഇങ്ങനെ ഇപ്പോൾ പാർട്ടിയുടെ ഭാരവാഹി യോഗം നടക്കുമ്പോൾ പോലും വലിയ തർക്കങ്ങളിലേക്കൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അതേ പറയാൻ എനിക്ക് കുറച്ച് നേരത്തെ ഇറങ്ങി, ഞാൻ കുറച്ച് സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പൊ താങ്കളുടെ ചോദ്യം, കേരളത്തിലെ ബി.ജെ.പിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കേരളത്തിലെ ഭരണകക്ഷിയായ CPM-ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം മാത്രം നോക്കിയാൽ മതി കേരളത്തിലെ ബി.ജെ.പിക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് വളരെ എളുപ്പം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. 6 വർഷം മുമ്പ് കുറെ ഇവരെ ചാക്കിൽ മൂടി കുറച്ച് സ്ത്രീകളെ ശബരിമല കയറ്റി അയ്യപ്പന്റെ കല്യാണം നടത്തി അങ്ങനെ ഇവിടെ വലിയ മഹാവിപ്ലവം സൃഷ്ടിച്ചവർ ഇപ്പോൾ ഇരുമുടി എടുത്ത് ശരണം വിളിച്ച് ശബരിമല പോയില്ല എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ തൊട്ട് മുമ്പ് വരെ സ്വാമിയെ ഭരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പമ്പയിൽ സംഗമം നടത്തുന്നു. കടപ്പുറം സുധാമണി എന്ന് വിളിച്ച് നിങ്ങൾ ആക്ഷേപിച്ചിരുന്ന, പുലഭ്യം പറഞ്ഞു നടന്നിരുന്ന മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ പോയി അവരെ കെട്ടിപ്പിടിച്ച് ചുംബനം ഏറ്റുവാങ്ങുന്നു. ഇതൊക്കെ തന്നെ കണ്ടാൽ മനസ്സിലാകും കേരളത്തിലെ ബി.ജെ.പിയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് എന്നുള്ളത്. ബി.ജെ.പിയെ എത്രത്തോളം CPM-ഉം നിങ്ങളൊക്കെ എത്രത്തോളം ഭയപ്പെടുന്നുവെന്നും ബി.ജെ.പിയുടെ സ്വാധീനം എത്രത്തോളം വളരുന്നു എന്നും. ആദ്യമായി കേരളത്തിൽ നിന്ന് ബി.ജെ.പിക്ക് ഒരു MP-യെ കിട്ടി. ആ MP ഏതാണ്ട് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഇതൊക്കെ നിങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന അങ്കലാപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ ഉദാഹരണം. ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ഈ ബി.ജെ.പിയെ ആണല്ലോ ഇപ്പോൾ തങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് NSS ഇപ്പോൾ അകറ്റി നിർത്തിയിരിക്കുന്നത്. നാളെ നിങ്ങളുടെ നേതാക്കൾ അവിടേക്ക് പോകാൻ വട്ടം കൂട്ടിയപ്പോൾ തന്നെ NSS-ൻ്റെ പരമാധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ടേക്ക് വരണ്ട എന്നാണ്. ഇതാണ് ഒരു ഭാഗത്ത്. രണ്ടാമത് എന്താണ്, ആദ്യമേ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് പറഞ്ഞത്? ഈ ശബരിമലയുടെ കാര്യത്തിൽ പ്രത്യേക നിയമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ബി.ജെ.പി വഞ്ചിച്ചു വിശ്വാസികളെ എന്ന് പറഞ്ഞിട്ടാണ് NSS ഒരു നിലപാട് എടുത്തിട്ടുള്ളത്. ഇത് NSS മാത്രമല്ല, പലരും പറയുന്നുണ്ട്. അവിടെയാണ് താങ്കൾ ഈ കുറ്റപ്പെടുത്തുന്ന CPM നേതൃത്വത്തിലുള്ള സർക്കാരിൽ അവർക്ക് വിശ്വാസമുണ്ട് എന്നും പറയുന്നത്. പിന്നെ എന്തിനാണ് അവർ നിങ്ങളെ വല്ലാതെ ഭയപ്പെടുകയും ബി.ജെ.പിയുടെ വളർച്ചയാണ് ഇതെന്നൊക്കെ പറയേണ്ടത്? അതായത് കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ NSS-ഉം NSS നേതൃത്വവും സംഘപരിവാറിനോട് ഒരു ശത്രുതാ മനോഭാവം തന്നെയാണ് പുലർത്തിയിട്ടുള്ളത് എന്നും. അത് പുതിയ കാര്യമൊന്നുമല്ല. അവർ ബി.ജെ.പി നേതൃത്വത്തിനെയും സംഘപരിവാർ നേതൃത്വത്തിനെയും പുലഭ്യം പറയുന്നത് പെട്ടെന്നുണ്ടായ സംഭവമൊന്നുമല്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. നിങ്ങളോട് ആരാ പറഞ്ഞ ഇവിടുത്തെ ബി.ജെ.പി നേതാക്കന്മാർ അങ്ങോട്ട് പോകാൻ തുടങ്ങി? ഞങ്ങൾ അവര് വേണ്ടാന്ന് പറഞ്ഞു എന്ന്. അങ്ങോട്ട് പോകാനും പോയിട്ടില്ല, വേണ്ടാന്നും പറയും. ഇനിയിപ്പം അവർക്ക് ഇങ്ങനെ അവകാശപ്പെടാം പലപ്പോഴും എന്നുള്ളതല്ലാതെ ഇതിന് പോയിട്ടില്ല. NSS അല്ല, അവരങ്ങോട്ട് പോകാൻ അനുവാദം ചോദിച്ചുകൊണ്ടാണല്ലോ സുകുമാരൻ നായർ അദ്ദേഹം പറഞ്ഞത് അങ്ങോട്ടേക്ക് വരണ്ട എന്ന്. ഇത് ഞങ്ങളാരും പറഞ്ഞതല്ല. പറയാമല്ലോ, സുകുമാരൻ നായർക്ക് വായി വരുന്നത് എന്തും ഇടന്ന് വിളിച്ച് പറയാമല്ലോ. ആരിതൊക്കെ മൈൻഡ് ചെയ്യുന്നു? അദ്ദേഹം വായിൽ വരുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ആളാണോ സുകുമാരൻ നായർ? സംശയം എന്താ? വായി വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. എനിക്ക് RSS-നോടുള്ള എതിർപ്പ്, ഞാനും RSS-ന്റെ ദണ്ഡ പിടിച്ച് നടന്നിട്ടുള്ളതാണ്. എനിക്ക് RSS-നോടുള്ള എതിർപ്പ്, RSS-ന് ജാതിയില്ല, ഞാൻ ഭയങ്കര നായരാണ്, അതുകൊണ്ടാണ് എനിക്ക് RSS. ഇതും ഈ സുകുമാരൻ നായർ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. വായി വരുന്നത് എന്തും കിടന്ന് വിളിച്ചു പറയും. ആ ഒരു ആഭിജാത്യത്തിന്റെ ധാർഷ്ട്യം. ഞാൻ നായരാണ്, തറവാടി നായരാണ്. നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെയുള്ളവരെയാണല്ലോ. അല്ല, ഇപ്പോൾ ഈ നായരൊക്കെ നിങ്ങൾക്ക് എന്നുതൊട്ടാണ് ഈ വെറുക്കപ്പെടുന്നവരായി മാറിയത്? നായർ ഒരു ആഭിജാത്യത്തിൻ്റെ അടയാളം ആയി അവർ അവകാശപ്പെടുമ്പോൾ അങ്ങനെ ആഭിജാത്യമുള്ളവരല്ല നായന്മാർ എന്നൊക്കെ നിങ്ങൾ എന്നുതൊട്ടാണ് പറഞ്ഞു തുടങ്ങിയത്? RSS-നെ സംബന്ധിച്ചോളം RSS-ന് ജാതി ഇല്ല. RSS-ന് ജാതി എന്ന് പറയുന്ന സാധനമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഏറ്റവും വലിയ എതിർപ്പ് NSS-നും. ആഭിജാത്യം എന്ന് പറയുന്ന സാധനം RSS-ന്റെ അകത്ത് ഇല്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. നായർ എന്നുള്ള ഒരു പരിഗണന വെച്ച് ഒന്നും കിട്ടില്ല, ഒരിടത്തും കിട്ടില്ല. പക്ഷെ ഇവർക്ക് നായർക്ക് പ്രത്യേക പരിഗണന വേണം, നടക്കില്ല ഇതിൻ്റെ അകത്ത്. അത് തന്നെയാണ് ഇവരുടെ പ്രശ്നം. എന്നാൽ നിങ്ങൾക്കത് പറ്റും.
നിങ്ങളുടെ മനസ്സിൽ ഈ മതേതരത്വവും ജാതിരാഹിത്യവും പറയുമ്പോഴും നിങ്ങളുടെ നേതാക്കന്മാരുടെയും പാർട്ടിയുടെയും മനസ്സിൽ പുഴുത്തു നാറുന്ന ഷാബു പ്രസാദ്, ജാതീയതയുണ്ട്. CPIM എന്ന പാർട്ടി എന്ത് പറഞ്ഞു എന്നുള്ളത് ഇപ്പോൾ സജീഷ് പറയട്ടെ. പക്ഷേ നമ്മുടെ വിഷയം ഇതല്ല. എന്നാലും താങ്കൾ അത് പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് പറയുകയാണ്. NSS ഒരു സാമുദായിക സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ആ സമുദായത്തോട് കൂറുണ്ട്. ആ സമുദായത്തിന് വേണ്ടിയാണ് അവർ നിൽക്കുക. പക്ഷേ നിങ്ങൾ ആ സമുദായത്തെയും ആ സമുദായത്തിൻ്റെ നിലപാടിൽ വല്ലാതെ വെപ്രാളപ്പെട്ടാണ് 2020-ലും 2021-ലുമൊക്കെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ഇറങ്ങി തിരിച്ചതെന്നുള്ളത് നമ്മളൊക്കെ കണ്ടതാണ്.